പലർക്കും പരിചയമില്ലാത്ത ഫിമോസിസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുന്നത്ത് കല്യാണവും ഫിമോസിസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ഷഹന, ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എന്താണ് ഫിമോസിസ്? ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗം പിൻവലിക്കാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ ഫിമോസിസ് എന്ന് പറയുന്നത്. സാധാരണയായി കുട്ടികളിലാണ് ഇത് കാണാറുള്ളത്. 12 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ കാണാറുണ്ട്. എന്നാൽ 4 മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്താണ് ഹൈ റിസ്ക് ചാൻസ് എന്ന് പറയുന്നത്. സോ ഇത് ആൺകുട്ടികൾ സാധാരണയായിട്ട് കാണുമെങ്കിലും അത് സംടൈംസ് ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് പെത്തോളജിക്കൽ ഫിമോസിസ് വരെ സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ പെത്തോളജിക്കൽ ഫിമോസിസ് വരുന്നത് എന്നറിയോ? അതായത് ജന്മന ഉണ്ടാകുന്ന ഫാക്ടേഴ്സ്, അതായത് ഫോർസ്കിൻ കട്ടിയുള്ളതായി തന്നെ മാറുക, അതല്ലാന്നുണ്ടെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ വഴി ഈ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് ചുവന്ന നിറമോ അല്ലാന്നുണ്ടെങ്കിൽ വീക്കമോ ഒക്കെ സംഭവിക്കാറുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ മുറിവുകൾ ഉണ്ടായാൽ പോലും ഈ ഫോർസ്കിന് കട്ടിയുള്ളതായി പോകും. അപ്പോൾ നമ്മൾ ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ വ്യക്തി ശുചിത്വമാണ്. അൺഹൈജീനിറ്റി ഉള്ള ആളുകളിൽ ഇത് വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഫോർസ്കിൻ എന്ത് ചെയ്യും? കട്ടിയുള്ളതായി മാറില്ല, ഇൻഫെക്ഷൻസ് ഫ്രീ ആയിട്ട് നിൽക്കും. നമുക്കതിനെ ഫിമോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. ഫിമോസിസ് ഉള്ള ആളുകളിൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തുണ്ടാകുന്ന ചെറിയ തരത്തിലുള്ള അണുബാധകൾ, ചുവപ്പ് നിറമുണ്ടാകാം, വീക്കം ഉണ്ടാകാം, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മൂത്രം പുറത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം പേഷ്യൻസ് എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒഴിവാക്കുകയും തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ സ്വയം മരുന്ന് എടുക്കുന്നത് വഴി ഇതൊരിക്കലും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇത്തരം ആളുകളിൽ ഇത് ചികിത്സിക്കാതെ വരുമ്പോൾ നമുക്ക് റിക്കറൻ്റ് ആയിട്ട് ചിലപ്പം UTI ഉണ്ടാവും, അതായത് മൂത്രനാളത്തിൽ അണുക്കൾ ഉണ്ടാവുകയും അതുവഴി ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്താ ഉണ്ടാവുക? മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ? മൂത്രമൊഴിക്കുന്നതിൻ്റെ സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടായിരിക്കും, അടിവയറ്റിൽ വേദന ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ വൃക്ക തകരാറുകളോ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങളോ മൂത്രക്കല്ലുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ എന്താണെങ്കിലും ഫിമോസിസ് ഉണ്ടോ എന്നുള്ളതും കൂടെ ഡോക്ടറെ അടുത്ത് പ്രത്യേകം കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വ്യക്തിശുചിത്വം തന്നെയാണ്. വ്യക്തിശുചിത്വം പാലിക്കണം. ആൺകുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അടിവസ്ത്രം ഉപയോഗിക്കുമ്പോൾ കോട്ടൺ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെയിലത്ത് തന്നെ ഇട്ട് ഉണക്കാനായിട്ടും ശ്രദ്ധിക്കുക. പ്യൂബിക് ഏരിയയിൽ ഹെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക തുടങ്ങിയതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം അണുബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. സ്വയം ചികിത്സ ഇല്ലാതെ നോക്കുക. പിന്നെ കുട്ടികളിൽ ബലം പ്രയോഗിച്ച് ഫോർസ്കിൻ പിൻവലിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈജീനിറ്റിയാണ്. ഹൈജീനിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് സുന്നത്ത് അല്ലെങ്കിൽ സർക്കംസിഷൻ. ഇത് സാധാരണയായിട്ട് യൂറോളജിസ്റ്റോ അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനോ ആണ് ചെയ്യേണ്ടത്. ഈ ഫിമോസിസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ്. തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.